ജ്ഞാനപീഠ പുരസ്കാര ജേതാക്കളെ കുറിച്ചാണ്. അപ്പൊ എല്ലാവർക്കും ഫേവറിലേക്ക് സ്വാഗതം. ഞാൻ റീജ. നമുക്ക് ജ്ഞാനപീഠ ജേതാക്കളെ കുറിച്ചും ജ്ഞാനപീഠ അവാർഡ്സിനെ കുറിച്ചുമൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. എന്താണ് ജ്ഞാനപീഠ പുരസ്കാരം? അപ്പൊ നിങ്ങൾ എല്ലാവരും ജ്ഞാനപീഠ പുരസ്കാരങ്ങൾ കേട്ടിട്ടുണ്ട് അല്ലെ? ഇന്ത്യയില് ഉന്നതമായ ഒരു സാഹിത്യ പുരസ്കാരമാണിത്. അപ്പൊ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാധാന്യമർഹിക്കുന്ന ഒരു സാഹിത്യ മേഖലയിൽ കൊടുക്കുന്ന പുരസ്കാരമാണ് നമ്മുടെ ജ്ഞാനപീഠ പുരസ്കാരം. എന്ന് കരുതി ഇതൊരു സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെന്റിന്റെയോ ഒരു ഒഫീഷ്യൽ പുരസ്കാരമല്ല. ഇത് പ്രധാനമർഹിക്കുന്ന പുരസ്കാരം തന്നെയാണെങ്കിലും ഒഫീഷ്യൽ അല്ല. ഇവിടെ പുരസ്കാരമായി കൊടുക്കുന്നത് സരസ്വതി ദേവിയുടെ വെങ്കല ശില്പവും അതുപോലെ പ്രശസ്തി പത്രം, പിന്നെ 11 ലക്ഷം രൂപ. ഇതാണ് സമ്മാന തുക. അപ്പോൾ ഉയർന്ന സമ്മാനമൊക്കെ ഉണ്ട്. 11 ലക്ഷം രൂപയുണ്ട്. സരസ്വതി ദേവിയുടെ വെങ്കല ശില്പമുണ്ട്. വാഗ്ദേവതയുടെ ശില്പമുണ്ട്. ഇനി ഇവിടെ സാഹിത്യ അക്കാദമി ഫെലോഷിപ്പിനൊപ്പം സാഹിത്യ മേഖലയിൽ നൽകുന്ന ഏറ്റവും ഉയർന്ന അംഗീകാരമാണ്. ഇതൊരു ഔദ്യോഗിക പുരസ്കാരം അല്ല. ഇത് നൽകുന്നത് 1961 ഏർപ്പെടുത്തി. പക്ഷേ കൊടുത്തു തുടങ്ങിയത് 65-ലാണ്. 61 ഏർപ്പെടുത്തി, 65-ലാണ് ആദ്യമായി നൽകിയത്. ഇന്ത്യ ഗ്രൂപ്പ്, നമ്മുടെ ഈ ഒരു ടൈംസ് ഇന്ത്യ ഗ്രൂപ്പിലെ ടൈംസ് ഇന്ത്യ ആ ഗ്രൂപ്പിലെ സാഹു ജെയിൻ കുടുംബം സ്ഥാപിച്ച ജ്ഞാനപീഠ ട്രസ്റ്റ് ആണ് ഈ പുരസ്കാരം നൽകുന്നത്. ടൈംസ് ഇന്ത്യ ഗ്രൂപ്പിന്റെ സാഹു ജെയിൻ എന്ന കുടുംബം സ്ഥാപിച്ച ഒരു ജ്ഞാനപീഠ ട്രസ്റ്റ് ആണ് ഈ പുരസ്കാരം നൽകുന്നത്. അല്ലാതെ സെൻട്രൽ ഗവൺമെന്റ് നൽകുന്ന പുരസ്കാരമല്ല. പക്ഷെ ഇതിന് നല്ല പ്രാധാന്യമുണ്ട്. നമ്മുടെ ഈ ഒരു പുരസ്കാരം ലഭിക്കണമെങ്കിൽ ഭരണഘടന അംഗീകരിച്ചിട്ടുള്ള ഭാഷകൾ 22 നമ്മുടെ നോട്ട്ബുക്കിൽ, നമ്മുടെ നോട്ടില് ഇന്ത്യന്റെ കറൻസി നോട്ടിൽ 17 ഭാഷകൾ. പക്ഷെ ഇന്ത്യയുടെ ഭരണഘടന 22 ഭാഷകളാണ്. ഇനി നമുക്ക് പഠിക്കേണ്ടത്, ഈ പുരസ്കാരം ആദ്യമായി കൊടുത്തു തുടങ്ങിയത് 1965-ലാണ്. 61-ലാണ് ഏർപ്പെടുത്തി എന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പൊ ആദ്യം ലഭിച്ചത് മലയാളിയായിട്ടുള്ള നമ്മുടെ ജി ശങ്കരക്കുറുപ്പിനാണ് ലഭിച്ചത്. ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിനാണ് ഇദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. അപ്പൊ 22 ഭാഷ, അതില് ഏറ്റവും മികച്ച സാഹിത്യത്തിനാണ്, അതിലേതെങ്കിലും ഒരു ഭാഷയിലെ സാഹിത്യത്തിനായിരിക്കും പുരസ്കാരം കൊടുക്കുന്നത്. ആ വ്യക്തിക്കാണ് കൊടുക്കുന്നത്. അപ്പൊ ആദ്യകാലങ്ങളിൽ ഇതൊരു പുസ്തകത്തിനായിരുന്നു പുരസ്കാരം കൊടുത്തത്. അങ്ങനെ നമ്മുടെ ജി ശങ്കരക്കുറുപ്പിന്റെ ഓടക്കുഴൽ എന്ന കൃതിക്കാണ് പുരസ്കാരം ലഭിച്ചത്. എന്നാൽ 1981 ആയപ്പോ ഈ പരിപാടി അങ്ങ് നിർത്തി. ഒരു പ്രത്യേക പുസ്തകത്തിന് കൊടുക്കൽ നിർത്തി. 82 മുതൽ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം നൽകുന്നത്. ആ വ്യക്തി സാഹിത്യ ലോകത്തിന് നൽകിയ സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം 82 മുതൽ നൽകുന്നത്. അപ്പൊ 82 മുതൽ സമഗ്ര സംഭാവന. നമ്മുടെ 6 പേർക്കാണ് മലയാളത്തില് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. ജി ശങ്കരക്കുറുപ്പ്, എസ് കെ പൊറ്റക്കാട്, തകഴി ശിവശങ്കരപിള്ള, MT വാസുദേവൻ, ONV അക്കിത്തം. മലയാളത്തില് ഈ 2 പേർക്ക് മാത്രമാണ് ഒരു പ്രത്യേക പുസ്തകത്തിന് ജ്ഞാനപീഠം ലഭിച്ചത്. 81 വരെ ആയിരുന്നു. 82 മുതൽ സമഗ്ര സംഭാവനയ്ക്കാണ് തകഴി, MT, ONV അക്കിത്തത്തിന് പുരസ്കാരം ലഭിച്ചത്. അപ്പൊ എത്ര പേർക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചു? 6 പേർക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ക്ലിയർ ആണ്? അപ്പോ ജ്ഞാനപീഠ പുരസ്കാരം ഉയർന്ന സാഹിത്യ പുരസ്കാരമാണ്. 11 ലക്ഷം രൂപ. ഇത് 1961 ഏർപ്പെടുത്തി, 65 മുതൽ കൊടുത്തു. ആദ്യം കിട്ടിയത് മലയാളിയായ ജി ശങ്കരക്കുറുപ്പ്, ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരം. 81 വരെയാണ് പ്രത്യേക പുസ്തകം. 82 മുതൽ സമഗ്ര സംഭാവന. സാഹു ജെയിൻ, ടൈംസ് ഇന്ത്യ കുടുംബം, അവരാണ് ഈ ഒരു ട്രസ്റ്റ്, ജ്ഞാനപീഠ ട്രസ്റ്റ് ഏർപ്പെടുത്തി പുരസ്കാരം നൽകുന്നത്. 22 ഭാഷയിലെ ഏതെങ്കിലും ഒരു പുസ്തകത്തിനായിരിക്കും. ഏതെങ്കിലും കാലടി എന്ന് പറയുമ്പം ശങ്കരാചാര്യറിനെയാണ് ഓർമ്മ വരുന്നത് അല്ലെ? ശങ്കരാചാര്യറിന്റെ കാലടിക്കടുത്ത്, ആ കാലടി തന്നെയാണ് ശങ്കരക്കുറുപ്പിന്റെ ജന്മദേശം, അവിടെയാണ്. നായത്തോട് എന്ന ഗ്രാമത്തിലാണ് 1901 ജൂൺ 3 ഇദ്ദേഹം ജനിച്ചത്. 1968 മുതൽ 72 വരെ രാജ്യസഭാ അംഗമായിരുന്നു. 1968 മുതൽ
72 വരെ ഇദ്ദേഹം ഈ ഒരു 5 വർഷക്കാലം അപ്പോൾ ആരായിരുന്നു? രാജ്യസഭാ അംഗമായിരുന്നു. 68 മുതൽ 72 വരെയാണ് രാജ്യസഭാ അംഗമായത്. ഇദ്ദേഹം ശങ്കരവാര്യരുടെയും ലക്ഷ്മിക്കുട്ടിയുടെയും മകനായിട്ട് എറണാകുളം ജില്ല കാലടിക്കടുത്ത് നായത്തോട് എന്ന സ്ഥലത്താണ് 901 ജൂൺ 3 ജനിച്ചത്. ഇനി 37 എറണാകുളത്തെ മഹാരാജാസ് കോളേജില് പ്രൊഫസറായി. 56 അധ്യാപക ജോലിയിൽ നിന്ന് വിരമിക്കുന്നു. കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റായി, കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗമായി, രാജ്യസഭാ അംഗമായി ഈ നിലകളിലൊക്കെ പ്രവർത്തിച്ചു. അപ്പോൾ കേരള സാഹിത്യ അക്കാദമി അംഗം, കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം, കോളേജിലെ പ്രൊഫസർ, രാജ്യസഭാ അംഗം ഈ നിലകളിലൊക്കെ പ്രവർത്തിച്ചു. ആദ്യ ജ്ഞാനപീഠ ജേതാവാണ്. ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിനാണ് പുരസ്കാരം ലഭിച്ചത്. ഈ ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരം 60 കവിതകളുടെ സമാഹാരമാണ്. 60 കവിതകളുടെ സമാഹാരമാണ്. അപ്പൊ നമ്മൾ ജി ശങ്കരക്കുറുപ്പിനെ കുറിച്ചാണ് പഠിച്ചത്. 901 ഇദ്ദേഹം ജനിച്ചത്. എറണാകുളം ജില്ലക്കാരനാണ്. കാലടിക്കടുത്താണ് ഇദ്ദേഹത്തിന്റെ നായത്തോട് എന്ന സ്ഥലമാണ്. എറണാകുളം ജില്ല, എറണാകുളത്ത് തന്നെ മഹാരാജാസ് കോളേജ് പ്രൊഫസർ ആകുന്നു. കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം, കേരള സാഹിത്യ അക്കാദമി അംഗം എന്നീ നിലകളിൽ പ്രശസ്തൻ. 1965 ആദ്യത്തെ ജ്ഞാനപീഠ ജേതാവ്. ഓടക്കുഴൽ പുരസ്കാരം, ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ഇദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. ഇദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കാണ് ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തുന്നത്. അപ്പോ 1968, 72 ഇദ്ദേഹം എന്തായിരുന്നു? ജ്ഞാനപീഠ, ഈ ഒരു ആദ്യ ജ്ഞാനപീഠ ജേതാവായ ജി ശങ്കരക്കുറുപ്പ് 68, 72 ഇദ്ദേഹം രാജ്യസഭാ അംഗമായി എന്നുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആണ്? ക്ലിയർ അല്ലേ? അപ്പോ ഇദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കാണ് നമ്മൾ ഗുരുവായൂരപ്പൻ ട്രസ്റ്റ് ആണ് ഓടക്കുഴൽ പുരസ്കാരം ഏർപ്പെടുത്തുന്നത്. ക്ലിയർ ആണ്? ഓടക്കുഴൽ പുരസ്കാരം ഇദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് ആരംഭിച്ചതാണ്. അപ്പോ ഈ ഓടക്കുഴൽ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് 68 ബാലകവി രാമനാണ്. ആദ്യം 68 ബാലകവി രാമനാണ് കിട്ടിയത്. 69 വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിന് കിട്ടി. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. 70 OV വിജയനാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. ഇദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കുള്ള പുരസ്കാരമാണ് ഓടക്കുഴൽ പുരസ്കാരം. ഇനി നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയവരെ നോക്കാം. 2021, 23 PN ഗോപികൃഷ്ണനാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. 2024 K അരവിന്ദാക്ഷനാണ് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. അരവിന്ദാക്ഷൻ, ഗോപ എന്ന കൃതിക്കാണ് അരവിന്ദാക്ഷന് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. കവിത മാംസഭോജിയാണ് എന്ന കൃതിക്കാണ് PN ഗോപികൃഷ്ണന് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ ഒരു കൃതിക്കാണ് ഓടക്കുഴൽ പുരസ്കാരം നൽകുന്നത്. നാരായണീയം എന്ന കൃതിക്കാണ് ബാലകവി രാമന് ഓടക്കുഴൽ പുരസ്കാരം ആദ്യമായി 68 ലഭിച്ചത്. 69 തുളസീദാസ രാമായണം മലയാളം ട്രാൻസ്ലേഷനാണ് നമ്മുടെ വെണ്ണിക്കുളം ഗോപാലകൃഷ്ണന് ഈ ഒരു ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത്. ക്ലിയർ ആണ്? അപ്പോൾ ജി ശങ്കരക്കുറുപ്പാണ് ജ്ഞാനപീഠ ജേതാവ്. ഇദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കുള്ള പുരസ്കാരമാണ് ഓടക്കുഴൽ പുരസ്കാരം. ഈ ട്രസ്റ്റ് ഈ ഒരു പുരസ്കാരം അന്നു മുതൽ കൊടുത്തു വരുന്നു. 1978 നമ്മുടെ ജി ശങ്കരക്കുറുപ്പ് മരിക്കുന്നത്. 1978. അപ്പോ 72 വരെ രാജ്യസഭാ അംഗമായിരുന്നു. 78 അന്തരിച്ചു. ഇനി ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികൾ: പെരുന്തച്ചൻ, സൂര്യകാന്തി ഇമ്പോർട്ടന്റ് ആണ്. നിമിഷം, ഓടക്കുഴൽ. 50 ഓടക്കുഴൽ രചിച്ചത്. പതികന്റെ പാട്ട്, വിശ്വദർശനം, പെരുന്തച്ചൻ, ഇതെല്ലാം ഇമ്പോർട്ടന്റ് കൃതികളാണ്. അപ്പൊ ഓർക്കുക: പെരുന്തച്ചൻ, സൂര്യകാന്തി, നിമിഷം, ഓടക്കുഴൽ, പതികന്റെ പാട്ട്, വിശ്വദർശനം. മൂന്നരുവിയും ഒരു പുഴയും, ജീവന സംഗീതം, സാഹിത്യ കൗതുകം, പൂജാപുഷ്പം, ദിവ്യപുഷ്പം. വിമല, എന്റെ വേളി, സന്ധ്യ, കാറ്റേവ കടലേവ ഇദ്ദേഹത്തിന്റെ ബാലസാഹിത്യമാണ്. ഇളഞ്ചുണ്ടുകൾ, ഓലപ്പീപ്പി, ചന്ദനക്കട്ടിൽ, ചന്ദനക്കട്ടിലൊക്കെ പഠിക്കാനുണ്ടല്ലേ. പാഥേയം, പാഥേയം ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതികളാണ്. എന്റെ വേളി,
ജീവന സംഗീതം, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇദ്ദേഹം ഉപന്യാസങ്ങൾ രചിച്ചു. ഗദ്യോപഹാരം, മുത്തും ചിപ്പിയും. ഇദ്ദേഹത്തിന്റെ ആത്മകഥ പഠിക്കുക. ഓർമ്മയുടെ ഓളങ്ങളിൽ. ഓർമ്മയുടെ ഓളങ്ങളിലാണ് നമ്മുടെ ജി ശങ്കരക്കുറുപ്പിന്റെ ആത്മകഥ. ഓർമ്മയുടെ ഓളങ്ങളിൽ. ഇദ്ദേഹം ഓളമാണ് അല്ലെ, ഓളം ഉണ്ടാക്കി. ഓടക്കുഴൽ അവാർഡ് ഇദ്ദേഹത്തിന്റെ പേരിലല്ലേ, അപ്പൊ ഓന്ന് ഓർത്ത് വെക്കാം. ഓളങ്ങൾ, ഓടക്കുഴൽ. ഓടക്കുഴല് പാട്ട് കേൾക്കുമ്പോ ഒരു ഓളം വന്നില്ലേ. തർജ്ജമ ചെയ്തിട്ടുണ്ട്. മേഘഛായ, കാളിദാസന്റെ മേഘദൂതിന്റെ വിവർത്തനം. ഗീതാഞ്ജലി, ടാഗോറിന്റെ ഗീതാഞ്ജലിയുടെ വിവർത്തനം. വിലാസലഹരി, ഒമർ ഖയാമിന്റെ റുബായിയത്തിന്റെ വിവർത്തനം. അപ്പൊ ഇങ്ങനെ പ്രസിദ്ധമായ 3 പുസ്തകങ്ങൾ വിവർത്തനം ചെയ്തിട്ടുണ്ട്. ഇനി ജീവചരിത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. ടിപ്പു സുൽത്താന്റെയും അച്ഛനായ ഹൈദരാലിയുടെയും ജീവചരിത്രം രചിച്ചു. ബാലകവിത, കാറ്റേവ കടലേവ, ഇളഞ്ചുണ്ട്, വാർമഴവില്ലെ, ഓലപ്പീപ്പി, ഇതൊക്കെയാണ്. ഇനി ഇദ്ദേഹത്തിന്റെ പുരസ്കാരങ്ങളാണ്. 61-ൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. 63-ൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. അത് വിശ്വദർശനം എന്ന കൃതിക്കാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത്. അപ്പൊ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരമായി, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരമായി. ആദ്യം ഞാനിവിടെ ജേതാവാണ്. ഇനി 67-ൽ സോവിയറ്റ് ലാൻഡ് നെഹ്റു പുരസ്കാരം ലഭിച്ചു. സോവിയറ്റ് ലാൻഡ് നെഹ്റു പുരസ്കാരം. 65 ഓടക്കുഴൽ എന്ന കൃതിക്കാണ് ഞാനിവിടെ കിട്ടിയത്. പത്മഭൂഷൺ ബഹുമതിയും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. കേന്ദ്ര ഗവൺമെന്റിന്റെ പത്മഭൂഷൺ ബഹുമതി. സിവിലിയൻ പുരസ്കാരമാണ് പത്മ പുരസ്കാരം. അപ്പോ ജി ശങ്കരക്കുറുപ്പ് നമ്മളെ കൃതികൾ കണ്ടു, തർജ്ജമ കണ്ടു, ആത്മകഥ കണ്ടു, ഉപന്യാസം കണ്ടു. ഇനി ഇദ്ദേഹവുമായി ബന്ധപ്പെട്ട ജീവചരിത്രം കണ്ടു. ടിപ്പു, ഹൈദരാലി, ഓടക്കുഴൽ എന്ന കൃതി, ഓടക്കുഴൽ അവാർഡ്. പിന്നെ ആദ്യം ഞാനിവിടെ ജേതാവ്, രാജ്യസഭ അംഗമായിരുന്നു, കേരള സാഹിത്യം കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗമായിരുന്നു, കേന്ദ്ര സാഹിത്യം കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ ലഭിച്ചു. വിശ്വദർശനം എന്ന കൃതി ഓർക്കണം. ഇനി ഇദ്ദേഹത്തിന് 67-ൽ സോവിയറ്റ് ലാൻഡ് നെഹ്റു അവാർഡ് ലഭിച്ചു. ഇനി പത്മഭൂഷൺ ബഹുമതി ലഭിച്ചു. ഇത്രയും കാര്യങ്ങൾ ഓർക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ വ്യക്തിയിലേക്ക് പോകാം. എസ്.കെ. പൊറ്റക്കാട്. ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട്. ശങ്കരൻകുട്ടി കുഞ്ഞിരാമൻ പൊറ്റക്കാട് 1913 ഓഗസ്റ്റ് 6, അത് 1913 മാർച്ച് 14-നാണ് ജനിച്ചത്. മരിച്ചത് 1982 ഓഗസ്റ്റ് 6-നാണ്. അപ്പൊ 13-ൽ ജനിച്ചു, 82-ൽ മരിച്ചു. 78-ലാണ് നമ്മുടെ ആര് മരിക്കുന്നത്? ജി ശങ്കരക്കുറുപ്പ്. 903-ലായിരുന്നു ശങ്കരക്കുറുപ്പ് ജനിച്ചത്. ക്ലിയർ ആണ്? ക്ലിയർ അല്ലേ? അപ്പോ ഒന്നും കൂടെ 903 എന്ന് പറയുമ്പോൾ എന്താണ് പ്രത്യേകത? നമ്മുടെ SNDP ആണ് അല്ലെ, 901 ഇനി നമ്മൾ എസ്.കെ. പൊറ്റക്കാടിലേക്ക് പോവുകയാണ്. എസ്.കെ. പൊറ്റക്കാട് എന്ന് പറയുമ്പോൾ യാത്രാ വിവരണം, അതാണ് ഇമ്പോർട്ടന്റ് അല്ലെ. എസ്.കെ. പൊറ്റക്കാടിന്റെ ഒരു പ്രത്യേകത, ആദ്യ ജ്ഞാനപീഠ ജേതാവ് ആയ നോവലിസ്റ്റ്, അല്ലെങ്കിൽ നോവലിസ്റ്റ് എന്നല്ല, യാത്രാ വിവരണ ലേഖകനാണ് എന്ന് പറയും. ജി ശങ്കരക്കുറുപ്പ് ഒരു കവിയായിരുന്നു. യാത്രാ വിവരണം നമ്മുടെ എസ്.കെ. പൊറ്റക്കാടാണ്. അപ്പോ 1913 മാർച്ച് 14 കോഴിക്കോട് പ്രശസ്തമായ ഒരു തീയ കുടുംബത്തിലാണ് ഇദ്ദേഹം ജനിച്ചത്. അച്ഛൻ കുഞ്ഞിരാമൻ പൊറ്റക്കാടാണ്, ഇംഗ്ലീഷ് സ്കൂൾ അധ്യാപകനായിരുന്നു. ഇനി 1957 ലോക്സഭയിലേക്ക് മത്സരിച്ചു, പക്ഷേ തോറ്റുപോയി. 1000 വോട്ടിന് തോറ്റു. 57 മത്സരിച്ചു, തോറ്റു. 62 തലശ്ശേരിയിൽ നിന്ന് തന്നെ സുകുമാർ അഴീക്കോടിനെ 66,000 വോട്ടുകൾക്ക് പരാജയപ്പെടുത്തി ലോക്സഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോ എസ്.കെ. പൊറ്റക്കാട് ലോക്സഭയിൽ എത്തി. ആദ്യം തോറ്റുപോയി 57, പക്ഷെ അടുത്ത പ്രാവശ്യത്തെ തെരഞ്ഞെടുപ്പില് ആര് ജയിക്കുന്നു? നമ്മുടെ എസ്.കെ. പൊറ്റക്കാട് ജയിക്കുന്നു. ആരെയാണ് പരാജയപ്പെടുത്തിയത്? എസ്.കെ. പൊറ്റക്കാട് സുകുമാർ അഴീക്കോടിനെയാണ് പരാജയപ്പെടുത്തിയത് എന്ന് കൂടി ഓർക്കാം. സുകുമാർ അഴീക്കോടിനെയാണ് പരാജയപ്പെടുത്തിയത്. ക്ലിയർ ആണ്? അപ്പോ നമ്മൾ പഠിച്ചത് നമ്മുടെ എസ്.കെ. പൊറ്റക്കാടിനെ കുറിച്ചാണ്. എസ്.കെ. പൊറ്റക്കാട് ഇദ്ദേഹം ആദ്യം മത്സരിച്ചു,
അന്ന് പരാജയപ്പെട്ടെങ്കിലും രണ്ടാമത്തെ മത്സരത്തിൽ ഇദ്ദേഹം വിജയിച്ചു. സുകുമാർ അഴീക്കോടിനെയാണ് പരാജയപ്പെടുത്തിയത് എന്ന് ഓർക്കുക. ഇനി തെരഞ്ഞെടുപ്പിലൂടെ ലോക്സഭയിലെത്തിയ അപൂർവം സാഹിത്യകാരന്മാരിൽ ഒരാളാണ് എന്നുകൂടി ഓർക്കാം. അപൂർവം സാഹിത്യകാരന്മാരിൽ ഒരാളാണ്. തലശ്ശേരിയിൽ നിന്നാണ് ഇദ്ദേഹം 2 തവണയും മത്സരിക്കുന്നത്. ഓക്കെയാണ്. കമ്മ്യൂണിസ്റ്റിന്റെ ബാനറിലാണ് മത്സരിച്ചത്. ആദ്യം ഇദ്ദേഹം മത്സരിച്ചപ്പോ ആരോടാണ് തോറ്റത്? ആദ്യം മത്സരിച്ചപ്പോൾ 1000 വോട്ടിന് തോറ്റത് MK ജിനചന്ദ്രനോടാണ്. MK ജിനചന്ദ്രനോടാണ് ആദ്യ മത്സരത്തിൽ 1000 വോട്ടിന് തോറ്റത്. MK ജിനചന്ദ്രൻ. ഈ ജിനചന്ദ്രനോട് മത്സരിച്ചപ്പോഴാണ് 1000 വോട്ടിന് തോറ്റുപോയത്. ഇനി കോഴിക്കോട് സാമൂതിരി കോളേജ് മാഗസിനിൽ രാജനീതി എന്ന കഥയായിരുന്നു ഇദ്ദേഹം ആദ്യം പ്രസിദ്ധീകരിച്ച കഥ. അപ്പൊ SK പൊറ്റക്കാടിന്റെ ആദ്യ കഥ ഏതാണ്? രാജനീതി എന്ന കഥയാണ് ആദ്യം പ്രസിദ്ധീകരിക്കപ്പെട്ടത്. അപ്പൊ SK പൊറ്റക്കാടിന് ഒരു കൃതിക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. 1980 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. ഒരു ദേശത്തിന്റെ കഥ. ഒരു ദേശത്തിന്റെ കഥ. ശ്രീധരൻ എന്ന യുവാവ്, അദ്ദേഹം ജനിച്ചു വളർന്ന അതിരാണിപ്പാടം എന്ന ഗ്രാമം സന്ദർശിക്കാൻ എത്തുന്നു. അവിടെ വെച്ച് തന്റെ ബാല്യകാലം ഓർക്കുകയാണ്. അതാണ് ഈ കഥ. ശ്രീധരൻ എന്ന യുവാവിലൂടെയാണ് ഒരു ദേശത്തിന്റെ കഥ. ഇനി മലയാളത്തിന്റെ ജോൺ ഗന്ധർ എന്ന് അറിയപ്പെടുന്നു. മലയാളത്തിന്റെ ജോൺ ഗന്ധർ എന്ന് അറിയപ്പെടുന്ന വ്യക്തിയാണ്. ഇദ്ദേഹം ലോക്സഭാ അംഗമായി. അപ്പോ അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ വെച്ചിട്ട് ഒരു കൃതി എഴുതി, നോർത്ത് അവന്യൂ. അപ്പോൾ തന്റെ ലോക്സഭാ അംഗം ആ ഒരു കാലഘട്ടത്തെ ഓർമ്മകൾ വെച്ചിട്ടുള്ള പുസ്തകമാണ് നോർത്ത് അവന്യൂ. ഇദ്ദേഹത്തിന്റെ പൂർത്തീകരിക്കാൻ സാധിക്കാത്ത നോവൽ കൂടിയാണ്, അപൂർണ നോവലാണ് നോർത്ത് അവന്യൂ. അരുണൻ എന്ന തൂലികാ നാമത്തിലാണ് അറിയപ്പെട്ടത്. അരുണൻ എന്ന തൂലിക നാമത്തിൽ അറിയപ്പെട്ടു. 1982 ഓഗസ്റ്റ് 6 കോഴിക്കോട്ട് വെച്ച് അന്തരിച്ചു. 69-ാം വയസ്സിലാണ് മരിക്കുന്നത്. അപ്പൊ നമ്മൾ നമ്മുടെ SK പൊറ്റക്കാടിനെ കുറിച്ച് പഠിച്ചു. രണ്ടാമത്തെ വ്യക്തി ജ്ഞാനപീഠ ജേതാവ്, യാത്രാ വിവരണം എഴുതിയ വ്യക്തിയാണ്. ഇദ്ദേഹത്തിന് ജ്ഞാനപീഠം ലഭിച്ച പുസ്തകം ഏതാണ്? ഒരു ദേശത്തിന്റെ കഥ, ശ്രീധരൻ, അതിരാണിപ്പാടം. ഇനി ജനിച്ചത് 913 982 കോഴിക്കോട് തന്നെ മരിക്കുന്നു. കോഴിക്കോട് ജനിച്ചു. തലശ്ശേരിയിൽ നിന്ന് മത്സരിച്ചു. ആദ്യം തോറ്റുപോയി, പിന്നീട് വിജയിച്ചു. സുകുമാർ അഴീക്കോടിനെയാണ് പരാജയപ്പെടുത്തിയത്. ഈ ലോക്സഭാ അംഗമായ അനുഭവം എഴുതിയത് നോർത്ത് അവന്യൂ, അത് അപൂർണ കൃതിയാണ്. പിന്നെ സാമൂതിരി കോളേജ് മാഗസിനിലാണ് ആദ്യ കഥ അച്ചടിച്ചു വരുന്നത്, രാജനീതി. പിന്നീട് ജോൺ ഗന്ധർ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. അരുണൻ എന്ന തൂലികാ നാമം SK പൊറ്റക്കാടിൻ്റെതാണ്. നോവലുകൾ എഴുതി, വെരി ഇമ്പോർട്ടൻറ്റ്. നാടൻ പ്രേമം, പ്രേമശിക്ഷ, മൂടുപടം, വിഷകന്യക, ഒരു തെരുവിന്റെ കഥ, ഒരു ദേശത്തിന്റെ കഥ. ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇദ്ദേഹത്തിന്റെ കൃതികളാണ്. നോർത്ത് അവന്യൂ നമ്മൾ പറഞ്ഞു. ഇനി ചെറുകഥകളുണ്ട്. ചന്ദ്രകാന്തം, മണിമാളിക, രാജമല്ലി, നിശാഗന്ധി, ഇങ്ങനെ വൈജയന്തി, പൗർണമി, ഇന്ദ്രനീലം, ഹിമവാഹിനി, ഇങ്ങനെ ഒരുപാട് കൃതികൾ ഇദ്ദേഹം രചിച്ചിട്ടുണ്ട്. അന്തകന്റെ തോട്ടി, നദീതീരത്തിൽ, മെയിൽ റണ്ണർ, രഹസ്യം, മലയാളത്തിന്റെ ചോര, ജയിൽ, ഒട്ടകം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ചെറുകഥകൾ രചിച്ചു. അപ്പൊ ഈ ചെറുകഥകളൊന്നും ബൈഹാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ഒത്തിരി രചിച്ചു എന്നറിയാൻ വേണ്ടിയിട്ട് തന്നതാണ്. നമ്മൾ ടിക്കിടുന്നത് മാത്രം നിങ്ങൾ കാണാൻ പഠിച്ചു വെച്ചാൽ മതി. ബാക്കി ഇപ്പൊ എല്ലാം കൂടെ നമുക്ക് പഠിച്ചാൽ ഓർത്തു വെക്കാനൊന്നും പറ്റത്തില്ല. കാശ്മീർ യാത്രാസ്മരണ, യാത്രാ വിവരണങ്ങൾ പഠിച്ചു വെക്കണം. കാപ്പിരികളുടെ നാട്ടിൽ പഠിക്കണം. വർഷങ്ങൾ പഠിക്കണം എന്നില്ല, പക്ഷേ എഴുതിയ പുസ്തകങ്ങൾ പഠിച്ചേ പറ്റൂ. നൈൽ ഡയറി, സിംഹഭൂമി, മലയ നാടുകളിൽ, ഇന്തോനേഷ്യൻ ഡയറി, ഇന്നത്തെ യൂറോപ്പ്, സോവിയറ്റ് ഡയറി, വെരി ഇമ്പോർട്ടൻറ്റ്. പാതിരാസൂര്യന്റെ നാട്ടിൽ, ബാലി ദ്വീപ്. ഒരുവിധം പലർക്കും അറിയായിരിക്കും ഈ കൃതികളൊക്കെ, പഠിച്ചേ പറ്റൂ. നേപ്പാൾ യാത്ര, ലണ്ടൻ നോട്ട്ബുക്ക്, ഹിമാലയ സാമ്രാജ്യത്തിൽ,
ഈ കൃതികളൊക്കെ തന്നെ പഠിക്കുക. കെയ്റോ കത്തുകൾ, ക്ലിയോപാട്രയുടെ നാട്ടിൽ, ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ, ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ യാത്രാ വിവരണങ്ങളാണ്. ഇതെല്ലാം പഠിച്ചേ പറ്റൂ. ക്ലിയർ ആണ്? കാശ്മീർ, പിന്നെയോ കാപ്രികളുടെ നാട്ടിൽ, സിംഹഭൂമി, നൈൽ ഡയറി, മലയനാടുകളിൽ ഇന്നത്തെ യൂറോപ്പ്, ഇന്തോനേഷ്യൻ ഡയറി, സോവിയറ്റ് ഡയറി, പാതിരാ സൂര്യന്റെ നാട്ടിൽ, ബാലി ദ്വീപ്, നേപ്പാൾ, ലണ്ടൻ, കെയ്റോ കത്ത്, ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ, ക്ലിയോപാട്രയുടെ നാട്ടിൽ. ഇതെല്ലാം SK പൊറ്റക്കാടിൻ്റെതാണ്. ഇനി ഇദ്ദേഹത്തിന്റെ ആത്മകഥ പഠിക്കണം. എന്റെ വഴിയമ്പലങ്ങൾ. എന്റെ വഴിയമ്പലങ്ങൾ. എപ്പോഴും യാത്രയാണ്, അപ്പൊ വഴിയിലൊക്കെയുള്ള അമ്പലമേ ഇദ്ദേഹത്തിന് തൊഴാൻ പറ്റാറുള്ളൂ എന്ന് ഓർത്തു വെക്കാം. നർമ്മലേഖനമാണ് പൊന്തക്കാട്. ഒരുപാട് പുരസ്കാരങ്ങൾ ലഭിച്ചു. തെരുവിന്റെ കഥയ്ക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ദേശത്തിന്റെ കഥയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ജ്ഞാനപീഠ പുരസ്കാരവും. ഇനി കോഴിക്കോട് സർവകലാശാല 1982 ഡീലിറ്റ് ബിരുദം നൽകി. 2003 ഇന്ത്യയുടെ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. തപാൽ സ്റ്റാമ്പിൽ 2003 പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ കേരള സാഹിത്യ അക്കാദമി അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. കേരള സാഹിത്യ അക്കാദമി ഒരു തെരുവിന്റെ കഥയ്ക്കാണ് ലഭിച്ചത്. കേന്ദ്രം ഒരു ദേശത്തിന്റെ കഥയ്ക്കും. 1982 ഡീലിറ്റ് ബഹുമതി കോഴിക്കോട് സർവകലാശാല നൽകുന്നു. 2003 തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ക്ലിയർ ആണ്? അങ്ങനെ നമ്മൾ SK പൊറ്റക്കാട് പഠിച്ചു. നമുക്ക് SK പൊറ്റക്കാടുമായി ബന്ധപ്പെട്ട് ഒരു 5-6 പോയിന്റ്സ് ഒന്ന് ഓർത്തു നോക്കാം. എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ വരുന്നത് ഓർക്കുക. SK പൊറ്റക്കാട് ലോക്സഭാ അംഗമായി. ലോക്സഭ ഇച്ചിരി പാടാണ്, രാജ്യസഭ ആകാം, രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്താൽ മതി. പക്ഷെ ലോക്സഭയോ വിജയിക്കണം, തെരഞ്ഞെടുപ്പിൽ വിജയിക്കണം. ഇനി രണ്ടാമത്തെ ജ്ഞാനപീഠ ജേതാവ്. എന്നാണ് ജ്ഞാനപീഠം കിട്ടുന്നത്? 80കളിലാണ്. യാത്രാ വിവരണം, നൈൽ ഡയറി, ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ, ഇനിയോ സിംഹം എന്നൊക്കെ പറഞ്ഞിട്ട് മലയ, ഇന്തോനേഷ്യൻ ഡയറി, പിന്നെയോ റഷ്യൻ ഡയറി, ഇഷ്ടം പോലെ, ബാലി, ഒരുപാട് പുസ്തകം. ആത്മകഥ എന്റെ വഴിയമ്പലങ്ങൾ. കോഴിക്കോട് ജില്ലയിൽ ജനിച്ചു, കോഴിക്കോട് തന്നെ വെച്ച് മരിച്ചു. ഡീലിറ്റ് ബഹുമതി കോഴിക്കോട് സർവകലാശാല നൽകി. പിന്നെ അരുണൻ എന്ന തൂലിക നാമം ഒക്കെ ഓർക്കുക. ക്ലിയർ ആണോ? ഇത്രയും കാര്യങ്ങൾ ഓർക്കാലോ. അരുണൻ എന്ന തൂലിക നാമം. പിന്നെ നോർത്ത് അവന്യൂ, ലോക്സഭ, ജോൺ ഗന്ധർ എന്നറിയപ്പെടുന്നു. ദേശത്തിന്റെ കഥ ജ്ഞാനപീഠം കിട്ടിയത്. രാജനീതിയാണ്. രാജനീതി ആദ്യ കൃതി, കഥ എന്ന് ഓർക്കുക. ഇതൊക്കെയാണ് നമുക്ക് SK പൊറ്റക്കാടുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ക്ലിയർ ആണോ? ഓക്കെ ആണ്. അങ്ങനെയാണെങ്കിൽ G ശങ്കരക്കുറുപ്പിന്റെ ആത്മകഥയുടെ പേരെന്ത്? G ശങ്കരക്കുറുപ്പ്, ഓർമ്മയുടെ ഓളങ്ങൾ. SK പൊറ്റക്കാട്, എന്റെ വഴിയമ്പലങ്ങൾ. ശങ്കരക്കുറുപ്പിന്റെ എന്തെങ്കിലും കൃതി ഓർമ്മയുണ്ടോ? ഓടക്കുഴൽ, വിശ്വദർശനം, പിന്നെ സൂര്യകാന്തി. അങ്ങനെ കുറച്ച് കൃതികൾ ഓർത്തു വെക്കുക. വെരി ഇമ്പോർട്ടന്റ് ആണ്. G ശങ്കരക്കുറുപ്പ്. അടുത്ത വ്യക്തിയാണ് തകഴി ശിവശങ്കരപ്പിള്ള. ആരാണ്? തകഴി ശിവശങ്കരപ്പിള്ള. ആലപ്പുഴ ജില്ല. നമ്മുടെ ഭൂമിയിൽ നിന്നും താഴ്ന്നു കിടക്കുന്ന പ്രദേശമാണ് കുട്ടനാട്. അപ്പൊ കുട്ടനാട്, ആലപ്പുഴ ജില്ലയില് കുട്ടനാടിന്റെ അടുത്തുള്ള തകഴി എന്ന സ്ഥലത്താണ് ഇദ്ദേഹം ജനിച്ചത്. കുട്ടനാടിന്റെ കഥാകാരൻ എന്ന് അറിയപ്പെടുന്നു. കേരളത്തിന്റെ മോപ്പസാങ് എന്ന് അറിയപ്പെടുന്നു. അപ്പൊ കുട്ടനാടിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നു. എവിടെ ഉണ്ട് മോപ്പസാങ്? ഓക്കെ. അപ്പൊ കേരളത്തിന്റെ മോപ്പസാങ് എന്ന് അറിയപ്പെടുന്നു. ആലപ്പുഴ ജില്ലയിലാണ് ജനിച്ചത്. കുട്ടനാടിന്റെ ഇതിഹാസ കലാകാരനാണ് തകഴി ശിവശങ്കരപ്പിള്ള. 84 മൂന്നാം ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളി. ഇനി ആദ്യ ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച നോവലിസ്റ്റ് ആണ്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യ ജ്ഞാനപീഠം കിട്ടിയ മലയാളി G ശങ്കരക്കുറുപ്പാണ്. ആദ്യ കവിയാണ് G ശങ്കരക്കുറുപ്പ്. ആദ്യ ജ്ഞാനപീഠം ലഭിച്ച നോവലിസ്റ്റ് തകഴിയാണ്.
ബാക്കി എസ് കെ പൊറ്റക്കാടാണെങ്കിലും യാത്രാ വിവരണം രചിക്കുന്ന ആളാണ്. അപ്പൊ പേര് അങ്ങനെ ഇരിക്കുകയാണ്, നോവലിസ്റ്റ് എന്ന പേര് കിട്ടുന്നത് നമ്മുടെ തകഴിക്കാണ്. വ്യക്തിയേക്കാൾ സമൂഹത്തിന്റെ ചിത്രം കൂടുതൽ തെളിയുന്നതാണ് തകഴിയുടെ നോവലുകൾ. അപ്പൊ നമുക്ക് തകഴിയുടെ നോവലുകൾ വായിച്ചാൽ കൂടുതൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരു പേഴ്സണിലൂടെ അല്ല പോകുന്നത്. ഇപ്പോ ദേശത്തിന്റെ കഥ ശ്രീധരൻ എന്ന വ്യക്തിയിലൂടെയാണ് കഥ പോകുന്നത് അല്ലെ. എന്നാൽ ഇവിടെ സമൂഹത്തിന്റെ അവസ്ഥയും സാമൂഹിക ചുറ്റുപാടുകളുമാണ് തകഴിയുടെ കഥകളിൽ നിഴലിക്കുന്നത്. കേരള സാഹിത്യ അക്കാദമിയുടെ അധ്യക്ഷനായി, കേന്ദ്ര സാഹിത്യ അക്കാദമി നിർവാഹക സമിതി അംഗമായി 74 ഇപ്പോ ശങ്കരക്കുറുപ്പിന്റെ അവാർഡ് കണ്ടപ്പോൾ നിങ്ങൾ കണ്ടതാണ് സോവിയറ്റ് ലാൻഡ് ആൻഡ് നെഹ്റു അവാർഡ്. ഈ അവാർഡ് നമ്മുടെ തകഴിക്കും ലഭിച്ചു. 84 ജ്ഞാനപീഠം കിട്ടുന്നത്. ഈ തകഴിയെ കുറിച്ച് പറയുമ്പോൾ തന്നെ മാനസമൈനേ വരൂ അല്ലെ. നമ്മുടെ ചെമ്മീനെയും കറുത്തമ്മയും പരിക്കുട്ടി അറിയാത്തവരുണ്ടോ? അപ്പൊ ചെമ്മീൻ എന്ന കൃതി 1958 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. അപ്പൊ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത കൃതിയാണ് ചെമ്മീൻ. കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്ത കൃതിയാണ് ഏണിപ്പടി. ഏത് കൃതിയാണ്? ഏണിപ്പടി. അപ്പൊ ചെമ്മീൻ എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. ഏണിപ്പടി എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. ഇനി കയർ എന്ന കൃതി, ക്ലാസിപ്പേറിന്റെ കഥ പറയുന്ന 1980 രചിച്ച കയറിന് വയലാർ പുരസ്കാരം ലഭിച്ചു. വയലാർ പുരസ്കാരം ലഭിച്ചു. മറ്റൊരു കൃതിയാണ് തോട്ടിയുടെ മകൻ, രണ്ടിടങ്ങഴി, തഹസിൽദാരുടെ അച്ഛൻ, അനുഭവങ്ങൾ, പാളിച്ചകൾ. ഇങ്ങനെ 39ഓളം നോവലുകൾ രചിച്ചു. 600-ലധികം ചെറുകഥകൾ രചിച്ചു. ത്യാഗത്തിന് പ്രതിഫലം, ചെമ്മീൻ, അനുഭവങ്ങൾ, പാളിച്ചകൾ, അഴിയാക്കുരുക്ക്, ഏണിപ്പടി, മനുഷ്യന്റെ ആ മുഖം, ഔസേപ്പിന്റെ മക്കൾ, ഇങ്ങനെ തോട്ടിയുടെ മകൻ, പുന്നപ്ര വയലാറിന് ശേഷം, ബലൂണുകൾ, രണ്ടിടങ്ങഴി, കുട്ടനാടൻ കഥ, ജീവിതത്തിന്റെ ഏട്, തകഴിയുടെ കഥ, ചങ്ങാതികൾ, ഇൻകുലാബ്, മകളുടെ മകൾ, പ്രതീക്ഷകൾ, പതിവ്രത, ഘോഷയാത്ര, അടിയൊഴുക്കുകൾ, പുതുമലർ, പ്രതിജ്ഞ, മാഞ്ചുവട്ടിൽ, ആലിംഗനം, ഞരക്കങ്ങൾ, ഞാൻ പിറന്ന നാട്, വെള്ളപ്പൊക്കത്തിൽ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിനകത്ത് പട്ടിയെ വരെ ഓർമ്മ വരുന്നുണ്ട് അല്ലെ. പട്ടിയായിരിക്കും ഏറ്റവും കൂടുതൽ ആളുകൾ ഓർക്കുന്നത്. വെള്ളപ്പൊക്കം വന്നു, എല്ലാവരും പോകുന്നു, പട്ടി വീടിന്റെ മുകളിൽ ഇരിക്കുന്നു അല്ലെ. അപ്പോ ആ ഒരു കഥയൊക്കെ കാണിക്കുന്നത്. ഇന്നും നമുക്ക് വെള്ളപ്പൊക്കം എന്തോന്ന് അറിയാം. ഇതൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ വെള്ളപ്പൊക്കം എന്തോന്ന് അറിയത്തില്ല, ഇവിടെ ഒന്നും നമ്മൾ കണ്ടില്ലായിരുന്നു. ഇപ്പൊ നമുക്ക് നല്ല ശീലമാണ് വെള്ളപ്പൊക്കം. അപ്പോ ആ ഒരു കഥയൊക്കെ എല്ലാവരുടെയും മനസ്സിലുള്ള കഥകളാണ്. കയർ എന്ന കഥയും ഒരുവിധം എല്ലാവർക്കും അറിയാവുന്ന കഥയായിരിക്കണം. ചെമ്മീൻ പിന്നെ എല്ലാവർക്കും അറിയാം. അനുഭവങ്ങൾ, പാളിച്ചകൾ, ഏണിപ്പടികൾ, അഴിയാക്കുരുക്ക്, ഔസേപ്പിന്റെ മക്കൾ, തോട്ടിയുടെ മകൻ, പപ്പു അല്ലെ, പപ്പുവിന്റെ ജീവിതം, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന. രണ്ടിടങ്ങഴി, ഇതൊക്കെ പ്രസിദ്ധമായ കൃതികളാണ്. അപ്പോ ഇദ്ദേഹം ഒരു ചെറിയ കഥാകൃത്താണോ? 39ഓളം നോവലും 600-ൽ പരം ചെറുകഥകളും രചിച്ച വ്യക്തിയാണ് തകഴി. അതിന്റെ അറ്റത്തിരുന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ചില കൃതികളാണ് നമ്മളിപ്പോൾ കണ്ടത്. ക്ലിയർ ആണ്? ഇനി ഓർമ്മയുടെ ഓളങ്ങളിൽ എന്ന ആത്മകഥ രചിച്ചത് ജി ശങ്കരക്കുറുപ്പ്. എങ്കിൽ ഓർമ്മയുടെ തീരങ്ങളിൽ എന്ന ആത്മകഥ ആരാണ് രചിച്ചത്? നമ്മുടെ തകഴി ശിവശങ്കര പിള്ള എന്ന് പറയുമ്പോൾ തന്നെ കുട്ടനാടിന്റെ കലാകാരനാണ്. കുട്ടനാട് എന്ന് പറയുമ്പം ഒരു തീരമല്ലയോ. അതായത് ഇപ്പൊ കുറെ കായലുകളുണ്ട്, എപ്പോഴും കൃഷിയാണ് അല്ലെ. കൃഷിയാണെങ്കിലും വയലുണ്ട്, വയലിന്റെ തീരം എന്ന് നമുക്ക് ഓർക്കാം. അപ്പൊ ഓർമ്മയുടെ തീരങ്ങൾ എന്ന് നമുക്ക് ഓർത്തു വെക്കാൻ പറ്റും. കുട്ടനാടിന്റെ കഥാകാരൻ, കേരളത്തിന്റെ മോപ്പസാങ് എന്നറിയപ്പെടുന്ന തകഴിയുടെ ആത്മകഥയാണ്. ഈ തകഴിയുടെ ആത്മകഥ പറയുമ്പോൾ പറയും 3 ആത്മകഥകൾ ഇദ്ദേഹം രചിച്ചു എന്ന് പറയും. യഥാർത്ഥ ആത്മകഥ ഇതാണ്. 2 കഥകൾ കൂടി ആത്മകഥാപരമായ കൃതികളാണ്. അത് എന്റെ വക്കീൽ ജീവിതവും ബാല്യകാല കഥയുമാണ്. എന്റെ വക്കീൽ ജീവിതവും ബാല്യകാല കഥയും ആത്മകഥാംശമുള്ള കൃതികൾ തന്നെയാണ്. അതുകൊണ്ട് അതിനെ ഒരു ആത്മകഥ പോലെയാണ് കണക്കാക്കപ്പെടുന്നത്. എന്റെ വക്കീൽ ജീവിതം, ബാല്യകാല കഥ.
ഇദ്ദേഹത്തിന്റെ ആദ്യ കഥ 17-ാം വയസ്സിലുള്ള സാധുക്കൾ എന്ന കൃതിയാണ്. 17-ാം വയസ്സിൽ ഇദ്ദേഹം രചിച്ച സാധുക്കളാണ് ആദ്യ കൃതി. ആദ്യ നോവൽ ത്യാഗത്തിന്റെ പ്രതിഫലമാണ്. 22-ാം വയസ്സിൽ ഇദ്ദേഹം രചിച്ച ത്യാഗത്തിന്റെ പ്രതിഫലമാണ് ആദ്യ നോവൽ. ഇനി ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരിച്ച ആദ്യ ചെറുകഥയാണ് ദരിദ്രനാണ് എന്നുള്ളതാണ്. ദരിദ്രനാണ് എന്ന ചെറുകഥയാണ് ആദ്യം പ്രസിദ്ധീകരിക്കപ്പെട്ട ആദ്യ ചെറുകഥ. അപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് തകഴി ശിവശങ്കര പിള്ളയെ കുറിച്ചാണ്. ഇനി ഒരു നാടകമേ ഉള്ളൂ. ഈ നാടകമാണ് തോറ്റില്ല. ഇതൊരു സാമൂഹിക നാടകമാണ്. 1946 നമ്മുടെ തകഴി ശിവശങ്കര പിള്ള ഈ ഒരു നാടകം രചിക്കുന്നത്. 1946 ഒരു നാടകമേ ഉള്ളൂ. ഈ നാടകത്തിന്റെ പേരാണ് തോറ്റില്ല. നാടകം സാമൂഹിക നാടകമാണ്. തോറ്റില്ല എന്ന നാടകം. ഇനി 1984 വയലാർ അവാർഡ് ഇദ്ദേഹത്തിന് ലഭിച്ചു. 1984 ഇദ്ദേഹത്തിന് ഏത് പുരസ്കാരം ലഭിച്ചു? വയലാർ പുരസ്കാരം ലഭിച്ചു എന്നുകൂടി ഓർക്കുക. ക്ലിയർ ആണ്? അപ്പൊ 1929 രചിച്ച ദരിദ്രനാണ് ഇദ്ദേഹത്തിന്റെ ആദ്യ ചെറുകഥ. ആദ്യ കഥ സാധുക്കൾ, 17-ാം വയസ്സ്. ത്യാഗത്തിന്റെ പ്രതിഫലം ആദ്യ നോവൽ. ക്ലിയർ ആണ്? ഇനി 64 നമുക്ക് പറയാം 1964 ഏണിപ്പടി പ്രസിദ്ധീകരിച്ചു. 73 തോപ്പിൽ ഭാസി ഈ നോവൽ സിനിമയാക്കി. തോപ്പിൽ ഭാസി ഇത് സിനിമയാക്കുന്നു. ഇനി 65 ഏണിപ്പടികൾക്ക് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചു. 1965 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചത് ഈ 64 എഴുതിയ ഏണിപ്പടി എന്ന കൃതിക്കാണ്. 66 അനുഭവങ്ങൾ പാളിച്ചകൾ ഇദ്ദേഹം രചിച്ചത്. ഇതും ഒരു സിനിമയായി. അനുഭവങ്ങൾ പാളിച്ചകൾ. ക്ലിയർ ആണ്? ഇനി നമുക്ക് വേണ്ടത് 2007 അടൂർ ഗോപാലകൃഷ്ണൻ നിർമ്മിച്ചൊരു പടമാണ് 4 പെണ്ണുങ്ങൾ. എല്ലാവരും കണ്ടിട്ടുള്ളതായിരിക്കും. അതും ഇദ്ദേഹത്തിന്റെ ചെറുകഥയായ 4 ചെറുകഥകളാണ്. ഈ 4 പെണ്ണുങ്ങൾ എന്ന കഥ കാരണമാകുന്നത് ഇദ്ദേഹത്തിന്റെ ചെറുകഥയാണ്. ഇനി 57 ചെമ്മീന്റെ പ്രാധാന്യം അറിയാം. ചെമ്മീന് ഏറ്റവും കൂടുതൽ അവാർഡുകളൊക്കെ വാരിക്കൂട്ടുന്നതാണ്. 56-57 കാലഘട്ടത്തിൽ ഇദ്ദേഹം എഴുതിയ ചെമ്മീൻ പ്രണയ ഇതിഹാസം. ഇദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി പുരസ്കാരം കൊടുക്കുന്നു. ഇനി ഇദ്ദേഹം രചിച്ച കയർ എന്ന നോവലിനാണ് വയലാർ പുരസ്കാരം ലഭിച്ചത്. കയറിന് വയലാർ പുരസ്കാരം. സാഹിത്യ അക്കാദമി പുരസ്കാരം ചെമ്മീൻ നേടിക്കൊടുത്തു. 65 ഏണിപ്പടികൾ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിക്കൊടുത്തു. 85 പത്മഭൂഷൺ ലഭിച്ചു. കേന്ദ്ര ഗവൺമെന്റ് ഇദ്ദേഹത്തെ ആദരിച്ചു. പത്മഭൂഷൺ ബഹുമതി നൽകി. 94 കേരള ഗവൺമെന്റ് ഏറ്റവും ഉയർന്ന പുരസ്കാരമായ എഴുത്തച്ഛൻ പുരസ്കാരം 94 ലഭിച്ചു. എഴുത്തച്ഛൻ പുരസ്കാരം 94 ലഭിച്ചു. 99 ഏപ്രിൽ 10 87-ാം വയസ്സിൽ ജന്മനാട്ടിൽ വെച്ച് അന്തരിച്ചു. അപ്പോൾ നമ്മൾ ആരെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞു? തകഴി ശിവശങ്കര പിള്ള, കുട്ടനാടിന്റെ ഇതിഹാസ താരം. ആലപ്പുഴ ജില്ല തകഴിയിൽ ജനിച്ചു. കേരളത്തിന്റെ മോപ്പസാങ് എന്നറിയപ്പെടുന്നു. ജ്ഞാനപീഠം 84 ലഭിച്ചു. ആദ്യ നോവലിസ്റ്റ് ആണ്. സമഗ്ര സംഭാവനയ്ക്കാണ് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. സമൂഹത്തിനാണ് കൂടുതൽ പ്രാധാന്യം. കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ, കേന്ദ്ര സാഹിത്യ അക്കാദമി അംഗം, സോവിയറ്റ് ലാൻഡ് അവാർഡ്, ജ്ഞാനപീഠ അവാർഡ്, പിന്നെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ഏണിപ്പടിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ്. 84 കയറിന് പുരസ്കാരം ലഭിക്കുന്നത്. ഓർക്കുക, വയലാർ പുരസ്കാരം 84 വയലാർ പുരസ്കാരം 84. ഇനി തോട്ടിയുടെ മകൻ, രണ്ടിടങ്ങഴി, ഏണിപ്പടി, അനുഭവങ്ങൾ പാളിച്ചകളൊക്കെ സിനിമയായി. കയർ, 39ഓളം നോവൽ, 600-ലധികം ചെറുകഥകൾ. ചെമ്മീന്, അഴിയാക്കുരുക്ക്, ഔസേപ്പിന്റെ മക്കൾ, കയർ, തോട്ടിയുടെ മകൻ, പുന്നപ്ര വയലാറിന് ശേഷം, രണ്ടിടങ്ങഴി, നിരവധി കൃതികൾ രചിച്ചു. 4 പെണ്ണുങ്ങൾ അടൂർ അതും 4 കഥ ആസ്പദമാക്കിയിട്ടുള്ളതാണ്.
വെള്ളപ്പൊക്കത്തിൽ ഇദ്ദേഹത്തിന്റെ കൃതിയാണ്. ക്ലിയർ ആണ്? അതൊക്കെ ഓർക്കുക. ചെമ്മീൻ ഓർക്കുക. ഇനി ആത്മകഥയാണ് ഓർമ്മയുടെ തീരങ്ങളിൽ. എന്റെ വക്കീൽ ജീവിതം, ബാല്യകാല കഥയും ഓർക്കുക. ആദ്യ കഥ സാധുക്കൾ, ആദ്യ നോവൽ ത്യാഗത്തിന്റെ പ്രതിഫലം, ദരിദ്രൻ ആദ്യ ചെറുകഥ. ഇനി തോറ്റില്ല ഒരേ ഒരു നാടകം. കയറിന് 84 വയലാർ അവാർഡ്, 94 എഴുത്തച്ഛൻ പുരസ്കാരം, 85 പത്മഭൂഷൺ, 84 വയലാർ അവാർഡ്, 57 ചെമ്മീന്റെ അവാർഡ്, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. കേരള സാഹിത്യം 65 ഏണിപ്പടികൾക്ക്. 99 മരിക്കുന്നു. അപ്പോ നമ്മള് ആദ്യം ജി ശങ്കരക്കുറുപ്പിനെയും രണ്ടാമത് MGയെയും കണ്ടു, മൂന്നാമത് നമ്മുടെ തകഴി ശിവശങ്കര പിള്ളയെ കണ്ടു. അപ്പോ ആദ്യം 1965 ജ്ഞാനപീഠ പുരസ്കാരം ജി ശങ്കരക്കുറുപ്പിന് കിട്ടുന്നത്. 80 നമ്മുടെ SK പൊറ്റക്കാടിന് കിട്ടുന്നത്. ഇപ്പോ നമ്മൾ പഠിച്ചത് 82 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച ആരെ കുറിച്ചാണ്? നമ്മുടെ 84 ലഭിച്ച, അതായത് 81 മുതലായിരുന്നു ഇതാക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ ഇപ്പൊ കാണുന്നത് 80 എന്നാണ്. അപ്പൊ നമ്മുടെ ആരെ കുറിച്ചാണ് കാണുന്നത്? തകഴി ശിവശങ്കര പിള്ളയെ കുറിച്ച്. അതുകൂടി ഓർക്കുക. സമഗ്ര സംഭാവനയ്ക്കാണ് പുരസ്കാരം എന്നുകൂടി ഓർക്കുക. ഇദ്ദേഹത്തിന് 84 ഏത് പുരസ്കാരം കിട്ടി? കയറിന് വയലാർ അവാർഡ് ലഭിച്ചു എന്നുകൂടി ഓർക്കുക. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ? ക്ലിയർ ആണോ? ഓക്കെ ആണ്. അപ്പൊ 84 പറഞ്ഞപ്പോ മാറിയിരുന്നു. 84 ക്ലിയർ ആണ്. ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണ്. 82 മരിച്ചതാരാ? 82 SK പൊറ്റക്കാട്. അപ്പോ ഇത്രയും വർഷങ്ങൾ ഓർക്കാമല്ലോ. ഈ ജ്ഞാനപീഠം കിട്ടിയ വർഷങ്ങൾ ഒരിക്കലും തെറ്റരുത് കേട്ടോ. 65 ആദ്യ ജ്ഞാനപീഠം. പിന്നെ നമ്മള് 84 തകഴി എന്നുള്ളതും മറക്കാതെ ഓർക്കുക. ക്ലിയർ ആണ്? അപ്പൊ ഇവിടെ കൃത്യമായിട്ട് വെച്ചിട്ടുണ്ട്. ഇവിടാണ് മാറുന്നത്. ഓക്കെ, ഈ വർഷങ്ങൾ ഒരിക്കലും തെറ്റാതിരിക്കട്ടെ. 65 ജി ശങ്കരക്കുറുപ്പ്, 80 SK പൊറ്റക്കാട്, 80 കിട്ടി പക്ഷെ 82 മരിച്ചു. പിന്നെ 84 തകഴി, 95 MG, 2007 ONV. അക്കിത്തത്തിന് ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് അക്കിത്തമാണ് 2019. മലയാളി എന്നുള്ള രീതിയിലാണ്. ബാക്കിയുള്ളതൊക്കെ വേറെ ഭാഷയിലുള്ള ആളുകൾക്കാണ്. 22 ഭാഷയിലുള്ളവർക്കും ജ്ഞാനപീഠം കിട്ടും. അപ്പൊ ആദ്യം കിട്ടിയത് മലയാളിയാണ്. അപ്പൊ 6 പേർക്കാണ് മലയാളികൾക്ക് കിട്ടിയത്. വർഷം നിങ്ങൾക്ക് ഒരു എല്ലാവർക്കും പെർഫെക്റ്റ് ആയിട്ട് അറിയായിരിക്കും. വർഷമൊക്കെ എല്ലാവരും പണ്ട് മുതലേ സെറ്റാക്കി വെച്ചേക്കുവാണ്. അതുകൊണ്ട് അങ്ങനെ വർഷം അങ്ങനെ തെറ്റത്തില്ല. ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അപ്പൊ കുറെ വർഷങ്ങൾ നമ്മൾ പറഞ്ഞു. അപ്പൊ നമുക്കൊരു കൺഫ്യൂഷൻ വരരുത്. ഇതൊക്കെ എന്ന് വെച്ചാൽ റിപ്പീറ്റ് ചെയ്ത് പഠിക്കുമ്പോഴായിരിക്കും നമുക്ക് കൂടുതലായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നത്. ഇദ്ദേഹം വളരെ ഇമ്പോർട്ടന്റ് പേഴ്സണാലിറ്റിയാണ്. കാര്യം 2024 ഡിസംബർ 25 അന്തരിച്ചത്. റീസെന്റ് മരണം കൂടി ആയതുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ MGയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നാരായണൻ നായർ. മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നാരായണൻ നായർ 1933 ജൂലൈ പാലക്കാട് ജില്ലയിൽ കൂടല്ലൂരിൽ ജനിച്ചു. 1933 ഇദ്ദേഹം ജനിച്ചത്. നിളയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നു. കേരള ഹമ്മിങ് എന്നാണ് അപരനാമം. കൂടല്ലൂരിന്റെ കഥാകാരൻ എന്നറിയപ്പെടുന്നു. അപ്പൊ അരുണൻ എന്ന തൂലികനാമം ആർക്കാണ്? SK പൊറ്റക്കാട്. ഓളങ്ങളിൽ എന്ന ആത്മകഥ, ഓർമ്മയുടെ ഓളങ്ങളിൽ, ഓടക്കുഴലിൽ, അത് ഓർക്കുക. അപ്പൊ ജി ശങ്കരക്കുറുപ്പ്. ക്ലിയർ ആണ്? ക്ലിയർ അല്ലേ? തോറ്റില്ല എന്ന നാടകമോ? തകഴി. 84 വയലാർ അവാർഡ് കിട്ടിയത് ആർക്ക്? തകഴി. കയർ എന്ന കൃതി. 84 ജ്ഞാനപീഠം കിട്ടിയതും തകഴി. 80 ജ്ഞാനപീഠം SK പൊറ്റക്കാട്. ഇപ്പൊ ഓർക്കാൻ പറ്റുന്നില്ലേ? 65 ജി ശങ്കരക്കുറുപ്പ്, 95
MG വാസുദേവൻ നായർ. ഇപ്പൊ സെറ്റായില്ലേ? ഓക്കെ. അപ്പൊ നിളയുടെ കഥാകാരൻ കേരള ഹമ്മി, കൂടല്ലൂരിന്റെ കഥാകാരൻ. ജോൺ ഗന്ധർ ആരാണ്? SK പൊറ്റക്കാട്. ഇനി നമ്മുടെ കേരള സർക്കാരിന്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞയാണ് മലയാളമാണ് എൻ്റെ ഭാഷ, എൻ്റെ ഭാഷ എൻ്റെ വീടാണ്, ഇങ്ങനെ തുടങ്ങിയ വരികളാണ്. ഈ വരികൾ MG രചിച്ചതാണ്. കേരള സർക്കാരിന്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ MGയുടെ വരികളാണ്. അപ്പൊ കേരള ഗവൺമെന്റ് ഈ പത്മ അവാർഡ്സ് പോലെ കേരള ജ്യോതി അങ്ങനെ പുരസ്കാരങ്ങൾ നൽകുന്നു, ജ്യോതി പുരസ്കാരങ്ങൾ കൊടുക്കുന്നു. അപ്പോൾ 2022 കേരള സർക്കാരിന്റെ പ്രഥമ കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചു. പ്രഥമ കേരള ജ്യോതി പുരസ്കാരങ്ങൾ ലഭിച്ചു. 2022 കേരള സർക്കാരിന്റെ പ്രഥമ കേരള ജ്യോതി പുരസ്കാരങ്ങൾ ലഭിച്ചു. പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചു. ഇനി കേരള നിയമസഭ സാഹിത്യ പുരസ്കാരം ലഭിച്ചു. കേരള നിയമസഭയുടെ സാഹിത്യ പുരസ്കാരം 2023 ലഭിച്ചു. ഇദ്ദേഹം ബാല്യ സാഹിത്യ കൃതി എഴുതിയപ്പോൾ ഉപയോഗിച്ച തൂലിക നാമമാണ് K സരള. അപ്പൊ K സരള എന്ന തൂലിക നാമം ആരുടേതാണ് എന്ന് ചോദിച്ചാൽ ആൻസർ MG വാസുദേവൻ നായരുടേതാണ്. K സരള എന്ന തൂലിക നാമം. ഇദ്ദേഹത്തിന്റെ ആദ്യ നോവലാണ് പാതിരാവും പകൽ വെളിച്ചവും. എന്നാൽ പുസ്തക രൂപത്തിൽ ആദ്യം എഴുതിയത് ഇതാണ് 54-55. പുസ്തക രൂപത്തിൽ ആദ്യം വരുന്ന നോവല് നാലുകെട്ടാണ്. 1958 നാലുകെട്ട് പുസ്തകമായിട്ട് പുറത്തിറങ്ങുന്നത്. അപ്പൊ ഈ അന്നത്തെ കാലത്ത് നിങ്ങൾക്ക് അറിയാം, മാഗസിനിൽ വരും, പത്രങ്ങളിൽ വരും, അങ്ങനെയൊക്കെ അച്ചടിച്ച് വരും. ഇദ്ദേഹം മാതൃഭൂമിയുടെ എഡിറ്ററായിട്ടൊക്കെ ജോലി ചെയ്ത ആളാണ്. അപ്പൊ പല രീതിയിൽ വരും. പക്ഷെ പുസ്തകം, ഇതൊരു നോവൽ എന്ന രീതിയിൽ ഒരു പുസ്തകം ഇറങ്ങുന്നത് നാലുകെട്ടാണ്. പക്ഷെ അതിനു മുമ്പ് ഇദ്ദേഹത്തിന് പലതും നോവലായിട്ടൊക്കെ ഇങ്ങനെ പങ്ക്തിയിൽ പലതായിട്ടൊക്കെ വന്നിരുന്നു. അപ്പൊ അങ്ങനത്തെ ആദ്യ നോവൽ നോക്കുമ്പോൾ പാതിരാവും പകൽ വെളിച്ചവുമാണ്. പക്ഷെ ഒരു പുസ്തകം ഇദ്ദേഹത്തിന്റെ പേരിൽ ഒരു നോവലായിട്ട് വന്നത് നാലുകെട്ടാണ്. ഈ നാലുകെട്ടിന് തന്നെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും ലഭിച്ചു. 1973 ആദ്യമായി സംവിധാനം ചെയ്തു നിർമാല്യം എന്ന ചിത്രം. ഇതിന് രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കം ലഭിച്ചു. ഇപ്പൊ രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കം ലഭിക്കുന്ന മൂന്നാമത്തെ ചിത്രം കൂടിയാണ് നിർമാല്യം. അപ്പൊ 1973 ആദ്യമായി സംവിധാനം ചെയ്ത നിർമാല്യം. അപ്പൊ ആദ്യ സംവിധാനത്തിൽ തന്നെ രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കവും കിട്ടി. ആദ്യം എഴുതിയ നോവലിനോ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരവും കിട്ടി. തൊട്ടതെല്ലാം പൊന്നാക്കുന്നു അല്ലേ? കാലം എന്ന കൃതിക്ക് 70 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം. രണ്ടാമൂഴം എന്ന കൃതിക്ക് 85 വയലാർ അവാർഡ്. ഇതിനു മുമ്പ് തകഴിയുടെ രണ്ടിടങ്ങഴി പഠിച്ചു, ഏണിപ്പടി പഠിച്ചു, ഇപ്പൊ രണ്ടാമൂഴം പഠിച്ചു. 84 വയലാർ അവാർഡ് കിട്ടിയ കയർ എന്ന കൃതി അത് തകഴിയുടേതാണ്. 85 വയലാർ അവാർഡ് രണ്ടാമൂഴം MG. ജ്ഞാനപീഠം 95. വാനപ്രസ്ഥ എന്ന സിനിമ മോഹൻലാലിന്റെ അറിയാം, അതിന് ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചു. വാനപ്രസ്ഥ എന്ന കൃതിയാണ് ആദ്യം എഴുതിയത്, അതിന് ഓടക്കുഴൽ അവാർഡ്. 4 തവണയാണ് മികച്ച തിരക്കഥയ്ക്കുള്ള ദേശീയ പുരസ്കാരം ലഭിക്കുന്നത്. കടവെന്ന ചിത്രം, ഒരു വടക്കൻ വീരഗാഥ, സതയം, പരിണയം, ഇങ്ങനെ 4 തവണയാണ് ദേശീയ പുരസ്കാരം മികച്ച തിരക്കഥാകൃത്ത് എന്ന രീതിയിൽ കിട്ടിയത്. പത്മഭൂഷൺ 2005 ലഭിച്ചു. കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ് 2013 ലഭിച്ചു. 1986 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം. 2011 എഴുത്തച്ഛൻ പുരസ്കാരം. 2013 JC ഡാനിയൽ പുരസ്കാരം. 1980 ഇദ്ദേഹം രചിച്ച ഒരു നാടകമാണ് ഗോപുരനടയിൽ. അപ്പൊ ഗോപുരനടയിൽ എന്ന നാടകം രചിച്ചത് ആരാണ്? MG വാസുദേവൻ നായരാണ്. MG ആണ് ഗോപുരനടയിൽ. അപ്പൊ ഗോപുവിന്റെ നട, ഗോപുവിന്റെ നടക്കല്ല് ഫുൾ MG, ഒന്നുമില്ല. നടക്കല്ല് MG ആണ്. ഗോപുര നടയിൽ MG ആണ് രചിച്ചത്. ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന യാത്രാ വിവരണം ഇദ്ദേഹം രചിച്ചതാണ്. ആൾക്കൂട്ടത്തിൽ തനിയെ, ആൾക്കൂട്ടത്തിൽ തനിയെ. 2024 ഡിസംബർ 25 മരിക്കുന്നു. ഡിസംബർ 25 പ്രത്യേകത ക്രിസ്മസ് ആണ്, എല്ലാവർക്കും അറിയാം അല്ലെ? ഇനി 57 വാജ്പേയി. വാജ്പേയിക്കും പ്രാധാന്യമുണ്ട്. 57 മാതൃഭൂമി സബ് എഡിറ്ററായി ജോലിക്ക് ചേർന്ന വ്യക്തിയാണ്. ഔദ്യോഗിക കാലത്തിൽ കൂടുതൽ കാലവും കോഴിക്കോടായിരുന്നു.
അപ്പൊ എം ടി വളരെ ഇമ്പോർട്ടന്റ് ആണ്. എം ജി വാസുദേവൻ നായർ 33 പാലക്കാട് ജില്ലയിൽ കൂടല്ലൂരിലാണ് ജനിച്ചത്. നിളയുടെ കഥാകാരൻ, കേരള ഹമ്മിങ് വേ, കൂടല്ലൂരിന്റെ കഥാകാരൻ എന്നൊക്കെ അറിയപ്പെടും. നമ്മുടെ മലയാളത്തിന്റെ ഔദ്യോഗിക ഭാഷാ പ്രതിജ്ഞ എം ജിയുടേതാണ്. എന്റെ ഭാഷ എന്റെ വീടാണ് എന്ന് തുടങ്ങുന്നതാണ്. മലയാളം എന്റെ ഭാഷയാണ്, എന്റെ ഭാഷ എന്റെ വീടാണ് എന്ന് തുടങ്ങിയ വരികളാണ്. കേരള സർക്കാരിന്റെ പ്രഥമ കേരള ജ്യോതി പുരസ്കാരം, 2023 കേരള നിയമസഭ സാഹിത്യ പുരസ്കാരം, കെ സരള എന്ന തൂലിക നാമത്തിൽ ബാല്യ സാഹിത്യ കൃതി രചിച്ചു. ഇപ്പൊ 2024-23 ജ്ഞാനപീഠ ജേതാക്കളെ കുറിച്ച് ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. അത് നിങ്ങൾ കറണ്ട് അഫയേഴ്സിൽ പഠിച്ചോളും, അല്ലെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിൾ നോക്കിയാലും മതി. നമുക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ, അല്ലെങ്കിൽ ഞാൻ പറയാനിരുന്നത് അവരുടെ സാഹിത്യ കൃതികളൊക്കെ. ഇനി 54-55 ആദ്യ നോവൽ പാതിരാവും പകൽ വെളിച്ചവും പ്രസിദ്ധീകരിച്ചു. പാതിരാവും പകൽ വെളിച്ചവും. ഇനി നാലുകെട്ടിന് കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം. 73 നിർമാല്യം എന്ന ചിത്രം സംവിധാനം ചെയ്തു. രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കമാണ് അതിന് ലഭിച്ചത്. 1970 കാലം എന്ന കൃതി കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം. അപ്പൊ ഈ ജ്ഞാനപീഠം കിട്ടിയവരെന്ന് വെച്ചാൽ നമ്മുടെ 22 ഭാഷയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളാണ് അല്ലെ. 22 ഭാഷയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അത്രയും മിടുക്കരാണ്. ഇവർക്ക് ഒരുവിധപ്പെട്ട എല്ലാ അവാർഡും കിട്ടിയിട്ടുണ്ട്. കേരളം, കേന്ദ്രം, ഒരുവിധപ്പെട്ട എല്ലാം എടുത്തു നോക്കിയാൽ ഇവരുടെ പേരുണ്ട്. അപ്പോ എക്സാമിന് ഇപ്പൊ ഈ പ്രധാനപ്പെട്ട ആളുകളായതുകൊണ്ട് ഇവരുടെ വയലാർ അവാർഡ് കിട്ടിയത് ഏത് കൃതിക്ക്, ഏത് വർഷം, അങ്ങനെയൊക്കെ ചോദ്യം വരും. കുറച്ച് പാടാണ്, പഠിക്കാൻ ഇത്തിരി പാടാണ്. എനിക്കും അറിയാം. ഇപ്പൊ ഞാൻ തന്നെ പഠിച്ചാലും കുറച്ച് കഴിയുമ്പോൾ മറക്കും. വീണ്ടും റിവിഷൻ ചെയ്യുമ്പോൾ ഓക്കെ പഠിച്ചു, ഓർമ്മയുണ്ട്. കുറച്ച് കഴിയുമ്പോൾ വീണ്ടും മറക്കും. സത്യമാണ്, പക്ഷെ പഠിച്ചേ പറ്റൂ. എക്സാമിന് ഇതൊക്കെ ചോദിക്കും. അപ്പൊ കാലം എന്ന കൃതി 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്. രണ്ടാമൂഴം 1985 വയലാർ അവാർഡ്. പിന്നെ വാനപ്രസ്ഥം ഓടക്കുഴൽ പുരസ്കാരം. പത്മഭൂഷൺ 2005. 86 കേരള സാഹിത്യ അക്കാദമി. 2013 കേന്ദ്ര സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്. 2011 എഴുത്തച്ഛൻ പുരസ്കാരം. 11 എഴുത്തച്ഛൻ. JC ഡാനിയൽ 13. 80 ഇദ്ദേഹം രചിച്ചൊരു നാടകം ഓർക്കണം, ഗോപുരനടയിൽ. ആൾക്കൂട്ടത്തിൽ തനിയെ യാത്രാവിവരണം. ഇനി മരണ ഡേറ്റ് വ്യക്തമായി അറിയണം, എളുപ്പമാണ് ഓർക്കാൻ. ഡിസംബർ 25 ആയതുകൊണ്ട് 2024 ഡിസംബർ 25. കണ്ടോ, 24, 25 അവസാന മാസം ഡിസംബർ. ഡിസംബർ 25 നമ്മൾ മറക്കത്തില്ല, ക്രിസ്മസ് ആയതുകൊണ്ട്. 24, 25 ആണ് എന്ന് ഓർക്കാം. ക്ലിയർ ആണ്. മാതൃഭൂമിയിൽ ഒരുപാട് നാൾ എഡിറ്ററായിട്ടൊക്കെ ജോലി ചെയ്ത വ്യക്തിയാണ്. ഇനി ഇദ്ദേഹത്തിന്റെ നോവലുകൾ ഇമ്പോർട്ടന്റ് ആണ്. നാലുകെട്ട്, പാതിരാവും പകൽ വെളിച്ചവും, അറബിപ്പൊന്നിന്റെ പ്രത്യേകത NB മുഹമ്മദുമായി ചേർന്ന് എഴുതിയതാണ്. 2 പേര് ചേർന്ന് എഴുതി, MG യും NB മുഹമ്മദും. പിന്നെ അസുരവിത്ത്, മഞ്ഞ് എപ്പോഴും ചോദിക്കുന്നതാണ്, വിമല എന്ന കഥാപാത്രം, കാലം എന്ന നോവൽ, വിലാപയാത്ര, രണ്ടാമൂഴം, വാരണാസി, ഇതൊക്കെ ഇമ്പോർട്ടന്റ് നോവലുകളാണ്. കഥകളും ഇമ്പോർട്ടന്റ് ആണ്. ഇരുട്ടിന്റെ ആത്മാവ്, ഓളവും തീരവും, കുട്ടിയേട്ടത്തി, വാരിക്കുഴി, പതനം, ബന്ധനം, സ്വർഗം തുറക്കുന്ന സമയം, വാനപ്രസ്ഥം സിനിമയായതറിയാം. പിന്നെ ഓപ്പോള്, ഷെർലക്ക്, ഇത് ഓർമ്മിക്കണം. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ടത്. പിന്നെ തിരക്കഥകളുണ്ട്. മുറപ്പെണ്ണ്, അസുരവിത്ത്, ഇരുട്ടിന്റെ ആത്മാവ്, കുട്ടിയേട്ടത്തി, ഇടവഴിയിലെ പൂച്ച, മിണ്ടാപ്പൂച്ച, പാഞ്ചാഗ്നി, നഖക്ഷതങ്ങൾ ചോദിക്കാറുണ്ട്, അമൃതംഗമയ, ആൾക്കൂട്ടത്തിൽ തനിയെ. അപ്പോൾ സദൈവക്ക് അവാർഡ് കിട്ടിയ കൃതിയാണ്, തിരക്കഥയാണ്. പരിണയം അവാർഡ് കിട്ടിയതാണ്. നിർമാല്യം പഴശ്ശിരാജയുടെ തിരക്കഥ രചിച്ചു. മഞ്ഞ് മോഹിനിയാട്ടം ഡോക്യുമെന്ററി, കടവ് അവാർഡ് കിട്ടിയതാണ്. അപ്പോൾ തകഴിയുടെ ഡോക്യുമെന്ററി, ഇതൊക്കെ ഓർക്കുക. ഗോപുരനടയിൽ നാടകം, കാഥികന്റെ പണിപ്പുര, ഹമ്മിങ് വേ ഒരു മുഖപുര, ഇങ്ങനെ ഒരുപാട് കൃതികൾ, മനുഷ്യർ, നിഴലുകൾ, ഇങ്ങനെ ഒത്തിരി കൃതികൾ രചിച്ച വ്യക്തിയാണ് നമ്മുടെ MG വാസുദേവൻ നായർ. അപ്പോൾ വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ നല്ല സമയമെടുത്ത് തന്നെ MG പഠിക്കുക. അറിയാലോ, MGയുടെ ഒരു പ്രാധാന്യം നിങ്ങൾക്കറിയാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തത് നമുക്ക് പഠിക്കേണ്ടത് അക്കിത്തം അച്യുതൻ നമ്പൂതിരിയെ കുറിച്ചാണ്. ആരെക്കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്?
അക്കിത്തത്തെ കുറിച്ചാണ്. എം ജിക്കും സമഗ്ര സംഭാവന എന്ന നിലയിലാണ് പുരസ്കാരം കിട്ടിയത് എന്നുകൂടി ഓർത്തു വെക്കുക. ഇദ്ദേഹം ആദ്യം സംവിധാനം ചെയ്ത സിനിമയൊന്ന് ഓർക്കാം, നിർമാല്യമാണ്. ഓടക്കുഴൽ പുരസ്കാരം കിട്ടിയത് വാനപ്രസ്ഥം എന്ന കൃതിക്കാണ്. 1970 കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം കിട്ടിയത് കാലം എന്ന കൃതിക്കാണ്. 2005 പത്മഭൂഷൺ ലഭിച്ചത്. മഞ്ഞ് ഇദ്ദേഹത്തിന്റെ കൃതിയാണ്. അറബി പൊന്ന് ഓർക്കുക. മികച്ച തിരക്കഥ 4 തവണയാണ് ദേശീയ പുരസ്കാരം കിട്ടിയത്. വടക്കൻ വീരഗാഥ, കടവ്, സതയം, പരിണയം. പിന്നെ ചലച്ചിത്രങ്ങളൊക്കെ കണ്ടു. ബാലസാഹിത്യം മാണിക്യക്കല്ല്, ദേയന്നകുട്ടി, തന്ത്രക്കാരി ഒക്കെയാണ്. ഇനി എം ജിയുമായി ബന്ധപ്പെട്ട് പലതരം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ബന്ധനം, വാനപ്രസ്ഥം, ഈ തിരക്കഥ എഴുതിയത് ആര്? എം ജി. ആൾക്കൂട്ടത്തിൽ തനിയെ ഏത് പുസ്തകമാണ്? യാത്രാ വിവരണമാണ്. മനുഷ്യർ നിഴലുകൾ എന്ന കൃതിയുടെ രചയിതാവ് ആര് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് എം ജി ആണ്. എം ജിക്ക് ഓടക്കുഴൽ കിട്ടിയ കൃതി ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. വാനപ്രസ്ഥം. 2005 വള്ളത്തോൾ പുരസ്കാരം ലഭിച്ച വ്യക്തി ആര് എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് എം ജി ആണ്. രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതക്കം ലഭിച്ച സിനിമ എം ജിയുടേത് നിർമാല്യം 1973. ഇനി നാലുകെട്ട് എന്ന മലയാള സീരിയലിന്റെ സംവിധായകൻ അതും എം ജി ആണ്. ക്ലിയർ ആണ്. 96 സംസ്ഥാന സർക്കാരിന്റെ 8 അവാർഡുകൾ നേടിയ മലയാള സീരിയലാണ് നാലുകെട്ട്. പിന്നെ എം ജി വാസുദേവൻ നായർ, എൻ പി മുഹമ്മദ് ചേർന്നെഴുതിയ അറബിപ്പൊന്ന് ചോദിച്ചിട്ടുണ്ട്. തകരുന്ന സാമൂഹിക സ്ഥാപനങ്ങളും വ്യക്തിയുടെ ഏകാന്തതയും പ്രമേയമാക്കിയ മലയാള സാഹിത്യകാരൻ. തകരുന്ന സാമൂഹിക സ്ഥാപനങ്ങൾ, വ്യക്തിയുടെ ഏകാന്തത. ആൾക്കൂട്ടത്തിൽ തനിയെ കിഴച്ചില്ലേ? എം ജി ആണ്. ആൻസർ എം ജി. അപ്പൊ ഇങ്ങനെ കൂടലിന്റെ കഥാകാരനാണ്. ഇങ്ങനെ പലതരം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. എം ജി. കേരള നിയമസഭാ സാഹിത്യ പുരസ്കാരം 2023 എം ജി. കേരള ജ്യോതി പുരസ്കാരം പ്രഥമ പുരസ്കാരം എം ജിക്ക് 2024 ഡിസംബർ 25 അന്തരിച്ചു. ഇനി നമുക്ക് 2007 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത് ONV ആണ്. സമഗ്ര സംഭാവനയ്ക്കാണ് ONVക്ക് പുരസ്കാരം കിട്ടിയത്. ONVയെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് കൊണ്ട് അടുത്ത വ്യക്തി അക്കിത്തത്തിലേക്ക് പോകുന്നു. അക്കിത്തം കവിയാണ്. അക്കിത്തം 926 മാർച്ച് 18 പാലക്കാട് ജില്ല കുമരനെല്ലൂരിലാണ് ജനിച്ചത്. പാലക്കാട് ജില്ല കുമരനെല്ലൂരിലാണ് ജനിച്ചത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കൃതികൾ പഠിക്കണം. 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം. ഈ ഒരു കൃതിയിലെ വരികൾ നിങ്ങൾക്കറിയാം. വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സെല്ലോ സുഖപ്രദം. അല്ലെ, നമ്മളൊക്കെ പറയാറുണ്ട് വെളിച്ചം ദുഃഖമാണുണ്ണി, തമസ്സെല്ലോ സുഖപ്രദം. ഇരുട്ടാണ് രസം, വെളിച്ചം അത്ര പോരാന്നൊക്കെ നമ്മൾ ചുമ്മാ തമാശയ്ക്കായാലും പാടാറുണ്ട്, കൂട്ടുകാരുടെ അടുത്തൊക്കെ പറയാറുണ്ട്. ഈ വരികൾ 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം എന്ന അക്കിത്തത്തിന്റെ വരികളാണ്. 2019 ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച, സമഗ്ര സംഭാവനയ്ക്ക് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച മലയാളിയാണ്. 6ാമത്തെ മലയാളിയാണ് അക്കിത്തം. പാലക്കാട് ജില്ലക്കാരനാണ്. 1946 ഉണ്ണി നമ്പൂതിരിയുടെ പ്രസാധകനായി 3 കൊല്ലം. പിന്നെ സമുദായ പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു. പത്രപ്രവർത്തകനായി പ്രവർത്തിച്ചു. മംഗളോദയം, യോഗക്ഷേമം ഇതിന്റെയൊക്കെ സഹപത്രാധിപരായിരുന്നു. 56 മുതൽ കോഴിക്കോട് ആകാശവാണി നിലയത്തിൽ സ്ക്രിപ്റ്റ് എഴുത്തുകാരനായി. 75 ആകാശവാണി തൃശൂരിൽ എഡിറ്ററായി. 85 ആകാശവാണിയിൽ നിന്ന് വിരമിച്ചു. അവ പത്രങ്ങളിലൊക്കെയാണ് കൂടുതൽ നീന്നത്. ഉണ്ണി നമ്പൂതിരി പ്രസാധകനായിരുന്നു. മംഗളോദയം, യോഗക്ഷേമ അറിയത്തില്ലേ? നമ്മുടെ വീറ്റുപടതിരിപ്പാട് നമ്മൾ പറയത്തില്ലേ മംഗളോദയം യോഗക്ഷേമ സഭ എന്നൊക്കെ പറയാറുണ്ട്. ആകാശവാണി ഇതിലൊക്കെയാണ് കൂടുതൽ നാള് നീന്നത്. കേരള സർക്കാർ ഇദ്ദേഹത്തിന് എഴുത്തച്ഛൻ പുരസ്കാരം നൽകി 2008. സമഗ്ര സംഭാവനയ്ക്കാണ് 2008 എഴുത്തച്ഛൻ പുരസ്കാരം കേരള ഗവൺമെന്റ് നൽകിയത്. സാഹിത്യത്തിന്റെ സമഗ്ര സംഭാവന മാനിച്ച് 2019 ജ്ഞാനപീഠ പുരസ്കാരവും ലഭിച്ചു. 94 വയസ്സ്. 2020 ഒക്ടോബർ 15 വ്യാഴാഴ്ചയാണ് വാർദ്ധക്യ സഹജ അസുഖം കാരണം അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞു. 2020 ഒക്ടോബർ 15. 2020 ഒക്ടോബർ 15. ഓക്കെയാണ്. 2020 ഒക്ടോബർ 15. പ്രധാന കൃതികൾ ഏതൊക്കെ? 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം, വെണ്ണക്കല്ലിന്റെ കഥ, ധർമ്മസൂര്യൻ, ബലിദർശനം, അരങ്ങേറ്റം, നിമിഷക്ഷേത്രം,
മനസാക്ഷിയുടെ പൂക്കൾ, മധുവിധു, ഒരു കുല മുന്തിരിങ്ങ, ഭാഗവതം, ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം. ഞാൻ റെഡ് കളറിൽ ഇട്ടിട്ടുണ്ട്, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കരതലാമലകം, പലതും മുൻവർഷ ക്വസ്റ്റ്യൻ ആണ്. മാനസപൂജ, ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ പ്രസിദ്ധ കൃതികളാണ്. പഠിക്കണം. ഇപ്പൊ ഞാൻ എത്ര വട്ടം ഇരുന്ന് വായിച്ചാലും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ തന്നെ എഴുതിയെടുത്ത് പഠിക്കുക, റഫ് നോട്ട് ഉണ്ടാക്കി പഠിക്കുക. 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം, 20-ാം നൂറ്റാണ്ടായി. അപ്പൊ വെണ്ണക്കല്ലിന്റെ ഒരു കഥ. സൂര്യൻ വരുന്നു, ധർമ്മസൂര്യൻ. ബലി ദർശനം. അരങ്ങേറ്റം നടക്കുകയാണ്, അരങ്ങേറ്റം. ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം, കരതലാമലകം. അപ്പൊ ഇതൊക്കെയാണ് ഇദ്ദേഹത്തിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതികൾ. ഉപന്യാസങ്ങൾ എഴുതിയിട്ടുണ്ട്, ഉപനയനം, സമാവർത്തനം. പിന്നെ ഇദ്ദേഹത്തിന് ലഭിച്ച പുരസ്കാരങ്ങളാണ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് 1972 ബലിദർശനം എന്ന കൃതിക്ക്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി. ഓടക്കുഴൽ അവാർഡ്, സഞ്ജയൻ പുരസ്കാരം, പത്മപ്രഭ പുരസ്കാരം, അമൃതകീർത്തി. പിന്നെ എഴുത്തച്ഛൻ പുരസ്കാരം, മാതൃഭൂമി സാഹിത്യ പുരസ്കാരം, വയലാർ പുരസ്കാരം അന്തിമഹാകാലം എന്ന കൃതിക്കാണ്. പത്മശ്രീ ബഹുമതി ലഭിച്ചത് 2017 ജ്ഞാനപീഠം 2019 പുതൂർ പുരസ്കാരം 2020 ലഭിച്ചത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? എല്ലാവർക്കും പിടികിട്ടുന്നുണ്ടോ? ക്ലിയർ ആണോ? അപ്പൊ എന്താണ് നമ്മൾ അക്കിത്തത്തെ കുറിച്ച് പരാമർശിച്ചത്? എന്തൊക്കെയാണ് അക്കിത്തവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ മനസ്സിലാക്കിയത്? നോക്കാം. അക്കിത്തം, കവി, പാലക്കാട് ജില്ല, 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം, വെളിച്ചം ദുഃഖമാണുണ്ണി, തമസല്ലോ സുഖപ്രദം. പിന്നെ ഉണ്ണി നമ്പൂതിരി, മംഗളോദയം, യോഗക്ഷേമ, ആകാശവാണി, പ്രവർത്തിച്ചു. എഴുത്തച്ഛൻ പുരസ്കാരം 2008 ലഭിച്ചു. 2008. 2019 ജ്ഞാനപീഠം. 2020 മരണം. ഒക്ടോബർ 15, 94 വയസ്സ്. 20-ാം നൂറ്റാണ്ടിന്റെ ഇതിഹാസം, വെണ്ണക്കല്ലിന്റെ കഥ, ധർമ്മസൂര്യൻ, ബലിദർശനം, അരങ്ങേറ്റം, ഇടിഞ്ഞു പൊളിഞ്ഞ ലോകം, കരതലാമലകം. ഇതൊക്കെ ഇദ്ദേഹത്തിന്റെ കൃതികളാണ്. പുരസ്കാരം കേരള സാഹിത്യ അക്കാദമി 72, 73 കേന്ദ്ര സാഹിത്യം. ഓടക്കുഴൽ 74 കണ്ടു, 72, 73, 74. പത്മപ്രഭ കണ്ടു. എഴുത്തച്ഛൻ പുരസ്കാരം 2008. വയലാർ അവാർഡ് 2012 അന്തിമഹാകാലം. പത്മശ്രീ ഓർക്കണം 2017. ഇത്രയാണ് നമ്മൾ ഓർക്കുന്നത്. പിന്നെ നമ്മൾ ജ്ഞാനപീഠ പുരസ്കാരം എന്താണ് എന്ന് കണ്ടു. 11 ലക്ഷം രൂപയാണ് 61 ഏർപ്പെടുത്തി, 65 മുതൽ കൊടുത്തു. 82 മുതൽ സമഗ്ര സംഭാവനയാണ്. ആദ്യം കിട്ടിയത് ജി ശങ്കരക്കുറുപ്പ് 65, എസ് കെ പുരക്കാട് 80, തകഴി 84, MG 95, ONV 2007, അക്കി